അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിർസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ ശ്രേഷ്ഠമായിട്ടുള്ള തസ്ബീഹ് നിസ്കാര എങ്ങനെയായിട്ടിക്കട് ഞങ്ങൾ നിസ്കരിക്കണായ ടൈം ഏതായിട്ടിക്കട് എന്തെല്ലാം വിഷയമായിട്ടിക്കട് ഞങ്ങൾ ശ്രദ്ധിക്കണായത് ആ തസ്ബീഹ് നിസ്കാര നിസ്കരിക്കണ കിട്ട് സൗഭാഗ്യം എന്തെല്ലാമായിട്ടിക്കട് എല്ലാ വിഷയമായിട്ടിക്കട് ഇണ്ട് ഞാൻ നിങ്ങളൊട്ടിക ചൊല്ലത്. അൽഹംദുലില്ലാ, ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മ താൽമാറും കേട്ടാറ് ഞങ്ങളെ ക്ലാസ്സിലെ പിർസ വെക്കിടങ്ങ അതിലെ കീഴിൽ ചൊമ്മ വിഷയം ചൊന്നിട്ടു ദ്വാർക്കൊന്നും ഏൽപ്പിച്ചങ്ങ് ഉള്ളാറ്. പരിശുദ്ധമായി റമളാൻ തിങ്കളിലെ ബറക്കത്തിൽ അങ്ങനെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാകട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിർസത്തു ചങ്ങായിമാർ, ഞങ്ങൾ ചെറിയയിലെ കേട്ടുകൊണ്ട് പണ്ടെനിക്കത്തെ ഒരു നിസ്കാരമായിട്ടിക്കട് തസ്ബീഹ് നിസ്കാരം ചൊല്ലത് ശ്രേഷ്ഠമായിട്ടുള്ള വലിയ പ്രതിഫലമുള്ള എനിക്കത്തെ ഒരു നിസ്കാരമായിട്ടിക്കട്. ഒരാളെ തസ്ബീഹ് 4 റക്അത്ത് നിസ്കരിച്ചിട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ അയാൾ പുതിയൊരു ലൈഫ് ആയിട്ടിക്കട് കിടക്കണേ. കാരണം എന്തെങ്കിൽ അയാളെ ലൈഫിൽ വന്നുപോയ എനിക്കത്തെ എല്ലാ ചെറിയ തപ്പുങ്ങളെ പഠിച്ചുകൊണ്ട് പുറത്തു കൊടുക്കണായിട്ടിക്കട്. മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നൊരു ഹദീസ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്നത് കാണ്ട്. അതായത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പിർസത്തെ കുഞ്ഞാബ അബ്ബാസ് റളിയല്ലാഹുവിനോട് വിളിച്ചിട്ട് ഒരു വിഷയം ചൊന്നു കൊടുക്കും. അതേ ഒരു ആ ചൊന്നു കൊടുക്കുന്ന രൂപമേ ഒരു വെറൈറ്റി ആയിട്ട് എങ്ങനെ ചൊന്നെങ്കിൽ അലാ ഉഅതീക അലാ അംനഹുക അലാ അഹ്ബൂക, നിങ്ങൾക്കൊരു വിഷയം നാണ് ചൊന്നു തരട്ട, പഠിപ്പാട്ടി തരട്ട, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് നാണ് തരട്ട, നിങ്ങൾക്കൊരു സർപ്രൈസ് നാ തരട്ട. ഈ രൂപത്തിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തസ്ബീഹ് നിസ്കാര ചൊന്നു കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം തസ്ബീഹ് നിസ്കാര വിവരിച്ചു കൊടുത്തിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, ഇദാ അൻത ഫഅൽത ദാലിക, നീ ഈ ഒരു നിസ്കാരം നിസ്കരിച്ചതിന് കണ്ടെങ്കിൽ നിന്റെ ലൈഫിൽ മുന്നോലാക്കിയതും ഇപ്പാക്കിയതും അല്ലെങ്കിൽ മറന്നിട്ടാക്കിയതും കുന്തിന്നിട്ടാക്കിയതും ഏതെല്ലാം രൂപത്തിൽ നിന്റെ ലൈഫിൽ തപ്പുങ്ങ വന്നറ ദോഷങ്ങ വന്നറ എല്ലാം പഠിച്ചോണം മാപ്പാക്കി തണ്ടാണ്ടായിരിക്കട്ടെ. മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഒരു തസ്ബീഹ് നിസ്കാര പഠിപ്പാട്ടി കൊടുക്കണേ. മാത്രമല്ല തസ്ബീഹ് ഒരാൾ മഹാന്മാർ ചൊല്ലാറ്, അനക്കെന്തെങ്കിലും ബേജാറ് വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ ടെൻഷൻ വരുമ്പോൾ അങ്ങനെ തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ചിട്ട് യജമാനനായ റബ്ബിടയിൽ ദ്വാർക്കുമ്പത്തുകോ അങ്ങനെ എല്ലാ ബേജാറും തീർന്നുപോയോണ്ട് ഇന്നിട്ടായിരിക്കട്ടെ. കാരണം അത്രമാത്രം പവറുള്ള എനിക്കത്തെ ഒരു നിസ്കാരമായിട്ടിക്കട്ടെ തസ്ബീഹ് നിസ്കാരം ചൊല്ലത്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തുടങ്ങിയിട്ടുള്ള ആ ഇമാമിങ്ങ ഞങ്ങൾ പഠിപ്പാടി തണ്ടാറ്. ഈ തസ്ബീഹ് നിസ്കാരം ചൊല്ലി സുന്നത്തും മഅറൂഫ, അത് അറിയപ്പെട്ട ഒരു സുന്നത്തായിട്ടുള്ള എനിക്കത്തെ ഒരു നിസ്കാരമായിട്ടിക്കട്ടെ. മഹാന്മാരല്ല ഈ ഹദീസ് വിവരിച്ചിട്ട് ഞങ്ങൾ പഠിപ്പാടി തന്നതായിട്ടിക്കട്ടെ. ഞങ്ങളിൽ ചില ആൾമാർ നിരിച്ചുപോയത് തസ്ബീഹ് നിസ്കാരം ചൊന്നതിന് കണ്ടെങ്കിൽ അത് റമളാൻ വന്നെങ്കിൽ നിസ്കരിക്കുള്ളത്, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ ഇരിയത്തേൽ ജാവുകോ നിസ്കരിക്കുള്ളത് നിരിച്ചുപോയെങ്കിൽ അങ്ങനെയുള്ള ഇമാമി ഇങ്ങനെ പഠിപ്പാടി തന്നെങ്കിൽ ഓരോ വഖത്തിലും ഓരോ ടൈമിലും നിസ്കരിക്കണായ ഒരു നിസ്കാരമായിട്ടിക്കട്ടെ തസ്ബീഹ് നിസ്കാരം ചൊല്ലത്. ഇനി അതൊക്കെ സാധ്യമാവില്ലേണ്ട കണ്ടെങ്കിൽ ജാവ് കുറുക്ക നിസ്കരിക്കുക, പൗല് കുറുക്ക നിസ്കരിക്കുക. ഇനി അതുക്കും സാധ്യമാവില്ലാണ്ട് കണ്ടെങ്കിൽ ഓരോ നാളിലും നിസ്കരിക്കുക. അതുക്കും സാധ്യമാവില്ലാണ്ട് കണ്ടെങ്കിൽ വാർത്ത് കുറക്കെങ്കിലും ഈ ഒരു തസ്ബീഹ് നിസ്കാര നിസ്കരിക്കൊണ്ടായിട്ടിക്കട്. അത് ചില ആൾമാർ ഞങ്ങൾ നോക്കി ഓരോ വെള്ളിയാസി ഓരോ ജുമാ 4 വരുമ്പോഴത്തേക്കും മിസ്സാക്കാട്ട് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കണം എന്നുള്ള വലിയൊരു സൗഭാഗ്യമായിട്ടിക്കട്. ഞങ്ങളുടെ ലൈഫിൽ കൂടി ഞങ്ങൾ അങ്ങനെ ആക്കണം, പഠിച്ചോ തോഫീക്ക് തരട്ടെ. ഓരോ വെള്ളിയാസി വരുമ്പോൾ ഈ ഒരു തസ്ബീഹ് ഞങ്ങൾ നിസ്കാരം നിസ്കരിക്കുമ്പോഴത്തേക്കും വലിയ പ്രതിഫലമായിട്ടിക്കട് ഞങ്ങൾ കിട്ടത്. മാത്രമല്ല ഇനിയിപ്പോൾ വാർത്തയിൽ ഉറക്കുക നിസ്കരിക്കും ആയില്ലാണ്ട് കണ്ടെങ്കിൽ തിങ്കളിൽ ഒരിക്കെങ്കിലും അവൻ നിസ്കരിക്കട്ടെ. ഇനി അതുക്കും സാധ്യമല്ലാണ്ട് കണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കെങ്കിലും അവൻ ആ ഒരു നിസ്കാരം നിസ്കരിക്കട്ടെ. ഇനി അതുക്കും ആവില്ലാണ്ട് കണ്ടെങ്കിൽ ലൈഫിൽ ഒരിക്കെങ്കിലും ഈ തസ്ബീഹ് നിസ്കാര നിസ്കരിക്കൊണ്ടായിട്ടിക്കട്ടെ. അത്രമാത്രം പവറുള്ളോ ശ്രേഷ്ഠതയുള്ളോ പ്രതിഫലമുള്ളോ നിസ്കാരമായിട്ടിക്കടെ തസ്ബീഹ് നിസ്കാരം ചൊല്ലു. 4 റക്അത്തായിട്ടിക്കടെ തസ്ബീഹ് നിസ്കാരം ചൊല്ലത്. ജാവുക നിസ്കരിക്കുമ്പോൾ 2 റക്അത്തായിട്ട്, പൗലുക നിസ്കരിക്കുമ്പോൾ ദുഹർ നിസ്കാരത്തെ പോലെ 4 റക്അത്തായിട്ട് നിസ്കരിക്കല് നല്ലതെന്ന് ചൊന്ന മഹാന്മാരുള്ള. അതേ ടൈം ഒരു ജാവുകായിട്ട് കണ്ടെങ്കിലും പൗലുകായിട്ട് കണ്ടെങ്കിലും 2 റക്അത്തായിട്ടേ നിസ്കരിക്കലായിട്ടിക്കടെ ശ്രേഷ്ഠമായ റൂപ്പാണ്ട് ഞങ്ങളെ മഹാന്മാർ പഠിപ്പാടി തണ്ടാറ്. അപ്പൊ നമുക്ക് എന്താക്കാം, ജാവുകായിട്ട് കണ്ടെങ്കിലും പൗലുകായിട്ട് കണ്ടെങ്കിലും 2 റക്അത്തായിട്ട് നമുക്ക് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാം. ജമാഅത്ത് സുന്നത്തില്ലാത്ത ഇരിക്കത്തെ ഒരു നിസ്കാരമായിട്ടിക്കടെ തസ്ബീഹ് നിസ്കാരം ചൊല്ലത്. ഇനി പാൽമാർക്ക് എന്തും ഇതിനെ പിടിയില്ല തസ്ബീഹ് നിസ്കാരം എങ്ങനെ നിസ്കരിക്കൊണ്ട് കൊന്നില്ലാണ്ട് ഇന്നേട് കണ്ടെങ്കിൽ ആ സമയത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാണ്ടായിട്ടിക്കടെ. നിസ്കരിക്കണായ റൂപ എങ്ങനെയായിട്ടിക്കടെ. നിങ്ങൾ ചില ആൾമാർ തസ്ബീഹ് നിസ്കാരം കേൾക്കുമ്പോൾ ടെൻഷൻ അടിക്കണമെങ്കിൽ അത് ഭയങ്കര കഷ്ടത്തെ ഒരു നിസ്കാരം. അങ്ങനെ ഒന്നുമല്ല, സാധാരണ അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരം പോലെ ആയിട്ടിക്കടെ. ഈ ഒരു തസ്ബീഹ് മാത്രം ഇഷ്ടമായിട്ടിക്കടുള്ളത്. അതുകൊണ്ടായിട്ടിക്കടെ ഈ ഒരു നിസ്കാരത്തിന് തസ്ബീഹ് നിസ്കാരമായിട്ട് പേര് പറയുക കാണാം. അത് സിമ്പിൾ ആയിട്ട് എങ്ങനെ നിസ്കരിക്കാണ്ടായിട്ടിക്കടെ ഇനി നാ നിങ്ങൾ ചൊല്ലത്. ഒന്നാമതായിട്ട് നിങ്ങൾ എന്താക്കാം, തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുമ്പോഴത്തേക്കോ നീയത്ത് വെക്കണായി ഉസല്ലി സ്വലാത്ത തസ്ബീഹ് റകഅതൈനി മുതവജ്ജിയൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. അറബി ഗുന്തില്ലാണ്ട് കണ്ടെങ്കിൽ തസ്ബീഹ് നിസ്കാരം അല്ലാഹു ബേനായിട്ട് ഖിബ്ലത്തുക മുഖാക്കിയിട്ട് നാൻ നിസ്കരിക്കിടാണ്ട് നീയത്ത് വെച്ചിട്ട് കൈകെട്ടൽ പിന്നെ ഫസ്റ്റ് ഞങ്ങൾ എപ്പോഴും ഓതുപോലെ വജ്ജഹതു വജ്ഹിയ ഇല്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. ഈ വജ്ജഹതു ദുആഉൽ ഇഫ്തിതാഹ് ഞങ്ങൾ ഓതിയോൽ പിന്നെ ഞങ്ങൾ ഫാത്തിഹ ഓതും. ഫാത്തിഹ ഓതിയോൽ പിന്നെ ഫസ്റ്റ് ഒന്നാമത്തെ റക്അത്തിൽ ഓതുനായ സൂറത്ത് അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ
കല്ലാ സൗഫ തഅലമൂൻ ഈ ഒരു സൂറത്ത് ഗൊന്തുല്ലെങ്കിൽ ഓതാ ഇനി ഗൊന്തില്ലാണ് കണ്ടെങ്കിൽ ഗൊന്തുല്ലെ സൂറത്ത് ഓതുണ്ടായിട്ട് ഈ സൂറത്ത് ഓതിയോൽ പിന്നെ ഞങ്ങൾ അവിടെ പോണഞ്ച് പട്ട സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഈ ഒരു ദിക്ർ ചൊല്ലി ഇത് ഞങ്ങൾ നിസ്കരിച്ചോൽ പിന്നെ ചൊല്ലിയ ഒരു ദിക്റായിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ലാ ഇലാഹ ഈ നാല് ദിക്റായിട്ട് ഈ ഒരു തസ്ബീഹുള്ളൂ അപ്പോൾ ഈ ചൊല്ല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഇത്ര ചൊന്നേ മയ്യാ വേണമെങ്കിൽ എന്താക്കുക വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം വേണമെങ്കിൽ സേർബാട്ട ഇനിയിപ്പോൾ ചൊല്ലാണ്ട് കാലി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ചൊന്നെങ്കിൽ മയ്യാവോട് പോണഞ്ച് വട്ട ഈ ഒരു തസ്ബീഹ് ഞങ്ങൾ അവിടെ സൂറത്ത് ഓതിയോൽ പിന്നെ ചൊല്ലും അതിൽ പിന്നെ ഞങ്ങൾ അവിടെ പോകണം റുക്കൂ പോയാൽ പിന്നെ സാധാരണ ഞങ്ങൾ ചൊല്ലണിക്കത്തെ ഒരു ദിക്റുണ്ട് സുബ്ഹാന റബ്ബിയൽ അലീമി വബിഹംദിഹി ഈ ഒരു ദിക്ർ ചൊന്നൽ പിന്നെ അവിടെ 10 വട്ട ആ തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ചൊല്ല 10 വട്ട അതിൽ പിന്നെ ഞങ്ങൾ സമീഅല്ലാഹു ലിമൻ ഹമീദ ചൊന്നിട്ട് ഇഅ്തിദാൽ വന്നിട്ട് അവിടെ സാധാരണ ചൊല്ലെ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി ആ സാധാരണ ദിക്ർ ചൊന്നൽ പിന്നെ 10 വട്ട സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഈ തസ്ബീഹ് 10 വട്ട ചൊല്ല അതിൽ പിന്നെ ഞങ്ങൾ നേരെ പോകേണ്ടത് സുജൂദ് കഴിട്ടിക്കട്ടെ സുജൂദിൽ സാധാരണ ചൊല്ലണിക്കത്തെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി ആ ദിക്ർ ചൊന്നൽ പിന്നെ 10 വട്ട ഈ തസ്ബീഹ് ചൊല്ല അതിൽ പിന്നെ ഞങ്ങൾ സുജൂദ് രണ്ട് സുജൂദ് മധ്യത്തിൽ ദയിക്കട ദക്കുമ്പോൾ സാധാരണ ചൊല്ല ദിക്ർ ചൊന്നൽ പിന്നെ അവിടെയും 10 വട്ട ഈ തസ്ബീഹ് ചൊല്ല അതിൽ പിന്നെ ജന്നാമത്തെ സുജൂദ് പോയിട്ട് അവിടെയും 10 വട്ട ഈ തസ്ബീഹ് ചൊല്ല ഇനി ഞങ്ങൾ സാധാരണ ഞങ്ങൾ ജന്നാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് എഞ്ചി നിൽക്കുമ്പോഴത്തേക്കും ചെറിയ ഒന്ന് ദച്ചിട്ടായിട്ടിക്കട് അവിടെ ഞങ്ങൾ എന്താക്കരുത് അല്ലാഹു അക്ബർ ചൊന്നിട്ട് എഞ്ചി നിൽക്കരുത് അപ്പോൾ ഞങ്ങൾ തസ്ബീഹ് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണത് ഞങ്ങൾ ജന്നാമത്തെ സുജൂദിനെ എഞ്ചിട്ട് അല്ലാഹു അക്ബർ ചൊന്നിട്ട് അവിടെ ദച്ചിട്ട് അവിടെ 10 വട്ട ഈ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 10 വട്ട അവിടെ എന്താക്കുക ഈ ദിക്ർ ചൊല്ല ചൊന്നൽ പിന്നായിട്ട് ഞങ്ങൾ എന്താക്കണായ എഞ്ചി നിൽക്കുമ്പോൾ എന്തൊരു ചൊല്ല വേണ്ട അല്ലാഹു അക്ബർ ആ തക്ബീർ ഞങ്ങൾ അവിടെ ചൊല്ലത് വേണ്ട അങ്ങനെ ജന്നാമത്തെ റക്അത്ത് എഞ്ചി നിന്നൽ പിന്നെ അവിടെ ഫാത്തിഹ ഓത ജന്നാമത്തെ റക്അത്തിൽ ഓതനായ സൂറത്ത് ഏത് സൂറത്തുൽ അസ്ർ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഈ സൂറത്ത് ഗുന്തുല്ലെങ്കിൽ ഈ സൂറത്ത് ഓത അല്ലെങ്കിൽ ഗുന്തുല്ല സൂറത്ത് ഓത അങ്ങനെ ഓതിയോൽ പിന്നെ അവിടെ പിന്നെ അങ്ങനെ പാട് ഫസ്റ്റ് റക്അത്ത് ഞങ്ങൾ പോണഞ്ച് വട്ട ചൊന്ന പോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ പോണഞ്ച് വട്ട ചൊല്ല അതിൽ പിന്നെ റുകൂൽ അങ്ങനെ ഇഅ്തിദാൽ അങ്ങനെ പിന്നെ സുജൂദ് രണ്ട് സുജൂദ് അതിൽ പിന്നെ എന്താക്കണോ അത്തഹിയാത്ത് ഇതെക്കണോ അത്തഹിയാത്ത് തുടങ്ങണേക്ക് മുന്നൂൽ വേണമെങ്കിൽ 10 വട്ട ചൊല്ല അതല്ലെങ്കിൽ അത്തഹിയാത്ത് ഓതിയോൽ പിന്നെ 10 വട്ട ചൊന്നിട്ട് നിങ്ങൾക്ക് എന്താക്കാം സലാം വീട്ടാം പക്ഷെ നല്ലത് അത്തഹിയാത്ത് ഓതിലേക്ക് മുന്നൂലായിട്ട് ഫസ്റ്റ് 10 വട്ട ഈ തസ്ബീഹ് ചൊന്നിട്ടു അത്തഹിയാത്ത് ഓതിയോൽ പിന്നെ സലാം വീട്ടാം അപ്പൊ എന്താ ഇത്ര റക്അത്തായി രണ്ട് റക്അത്തായി അതേപോലെ മുപ്പാസ് എന്താക്കാം രണ്ട് റക്അത്ത് നിസ്കരിക്കുക ബാക്കി രണ്ട് റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഞങ്ങളുടെ മൂന്നാമത്തെ റക്അത്തിൽ ഓതുനായ സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ആയിട്ടിക്കട് നാലാമത്തെ റക്അത്തിൽ ഓതുനായ സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തായിട്ടിക്കട് ഇങ്ങനെ 4 റക്അത്ത് തസ്ബീഹ് നിസ്കാരം ഞങ്ങൾ നിസ്കരിക്കുക അപ്പൊ എന്താ ഓരോ റക്അത്തിലും 75 തസ്ബീഹ് ഉണ്ട് 75 150 രണ്ട് റക്അത്തിൽ 150 പിന്നത്തെ രണ്ട് റക്അത്ത് 150 അങ്ങനെ ടോട്ടൽ 300 തസ്ബീഹ് ആയിട്ടിക്കട് ഞങ്ങൾ ചൊല്ലത് അപ്പൊ ഈ ഒരു നിസ്കാരം ഈ രൂപത്തിലായിട്ടിക്കട് ഞങ്ങൾ നിസ്കരിക്കണായത് ഇനിയിപ്പോ ഞങ്ങൾക്ക് തസ്ബീഹ് മറന്നു പോയിട്ടുണ്ട് വരിക്കുക ഇനി ഉദാഹരണ എക്സാമ്പിൾ ചൊല്ലിയാണെങ്കിൽ ഞങ്ങൾ ഫാത്തിഹ ഓതിട്ട് സൂറത്ത് ഓതിയിൽ പിന്നെ ആ പോണഞ്ച് വട്ട ചൊല്ലുനായ ആ ഒരു തസ്ബീഹ് നിങ്ങൾക്ക് മറന്നുപോയി ഇന്നെ ടെൻഷൻ ആക്കുമെന്നില്ല ആ തസ്ബീഹ് നിങ്ങൾക്ക് എന്താക്കാം ആ റുക്കൂല് പില്ലാക്ക അവിടെ 10 ചൊല്ലത് ഇത് പോണഞ്ച് സേർപാട്ടിട്ട് 25 വട്ട ചൊല്ലാം അതേ ടൈമിലും ഞങ്ങൾ ഈ മറന്നതുണ്ടല്ലേ ഈ എഴുത്തിദാലും അതേപോലെ രണ്ട് സുജൂദര മധ്യത്തിലുള്ള ആ ചൊല്ല തസ്ബീഹിൽ പില്ലാക്കൂത്തിര കാരണം ഈ എഴുത്തിദാലും രണ്ട് സുജൂദര മധ്യത്തിലുള്ള എനിക്കത്തെ ആ ഒരു ഇരുത്തവും ഈ രണ്ട് ഫർള് അത് കസീറായി ചെറിയ ഫർളായിട്ട് അവിടെ പിന്നെ യാറും തന്നെ ദീർഘാക്കൂത്തിര നിങ്ങൾക്ക് മറന്നിട്ടുണ്ട് കണ്ടെങ്കിൽ ഒന്നിരിക്ക റുക്കൂല അല്ലെങ്കിൽ രണ്ട് സുജൂദല അല്ലെങ്കിൽ നിന്റെപ്പം കംപ്ലീറ്റ് ആക്കി എഴുത്തിദാലും നിങ്ങൾക്ക് മറന്നിട്ട് റുക്കൂടെ എഴുത്തിട്ടുണ്ടെങ്കിൽ എഴുത്തിദാൽ ഈ ഒരു തസ്ബീഹ് മറന്നിട്ടുണ്ടെങ്കിൽ സുജൂദിൽ കംപ്ലീറ്റ് ആക്കാം അതല്ലെങ്കിൽ ഇപ്പോൾ റുക്കൂൽ മറന്നിട്ടുണ്ടെങ്കിലും സുജൂദിൽ കംപ്ലീറ്റ് ആക്കാം അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ആക്കിയെങ്കിലായിട്ട് അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞങ്ങൾ നിസ്കരിച്ചെങ്കിലായിട്ട് നിങ്ങൾ ടെൻഷൻ ആവുകയില്ല അതിൽ തസ്ബീഹ് മറന്നു പോയിട്ടല്ലേ ചൊന്നിട്ട് ടെൻഷൻ ആക്കില്ല അത് വേറെ ഫർള് ഞങ്ങൾ എന്താക്കുക വേറെ തസ്ബീഹ് ചൊല്ലുമ്പോൾ അതിലൊട്ടിಗೆ ಸೇರುಬಾಟಿട്ട് പിള്ളാക്കിയിട്ട് ഞങ്ങൾക്ക് ചൊന്നെങ്കിലായിട്ട് ഈ രൂപത്തിലായിട്ട് തസ്ബീഹ് നിസ്കാരം ഞങ്ങൾ നിസ്കരിക്കണായത് അതേപോലെ ഇനി തസ്ബീഹ് ഞങ്ങൾ കൗട്ടാക്കുമ്പോഴത്തേക്കോ ഞങ്ങളെ കൈ പന്താത്ത പോലെ കാലി ഞങ്ങളെ ബെരൽ മാത്രം പന്ത് പാട്ടിട്ട് കൈ പന്തുമ്പോഴത്തേക്കോ പിന്നെ അവിടെ നിസ്കാരം പാത്തിലോട് അതുകൊണ്ട് ഞങ്ങൾ ജാഗ്രത ആക്കിയിട്ട് ബെരൽ മാത്രം ഇങ്ങനെ പന്ത് പാട്ടിട്ട് എന്താക്കുക കൗണ്ട് ആക്കിടേക്ക് തൊന്തര ഇല്ലാണ്ടായിട്ട് കാല് ബെരൽ മാത്രം കൈ പന്താത്ത പോലെ ശ്രദ്ധിച്ചിട്ട് കാല് ബെരൽ മാത്രം ഇങ്ങനെ എന്താക്കുക ഞങ്ങൾ ബെരൽ മാത്രം പന്ത് പാട്ടിട്ട് കൗണ്ട് ആക്കിയിട്ട് ആ നിസ്കരിക്കടേക്ക് യാതൊരു നിലക്കുള്ള തൊന്തര ഇല്ലാണ്ടായിട്ട് ഇനിയിപ്പോ തസ്ബീഹ് നിസ്കരിക്കണായ ടൈം ചില നിസ്കാരങ്ങൾ നിസ്കരിക്കൂ തീരാത്ത ടൈം അങ്ങോട്ട് അതിൽ ഒന്നാമത്തത് ഞങ്ങൾ സുബഹി നിസ്കരിച്ചിട്ട് ആ സൂര്യ ഉദിക്കടെ ആ ഒരു ടൈം സൂര്യ ഉദിക്കൽ അവിടെ തോലുള്ള ടൈം അതല്ലെങ്കിൽ സൂര്യ ഉദിച്ചിട്ട് ഒരു 20 നിമിഷം ആ ഒരു അതിലെ മധ്യത്തിലുള്ള എനിക്ക് ആ ഒരു ടൈം അസറിൽ പിന്നെ അസർ നിസ്കരിച്ചിട്ട് ആ മഗ്രിബ് തോലുള്ള സൂര്യ അസ്തമിക്കൽ തോലുള്ള എനിക്ക് ഈ ടൈമെല്ലാം അവിടെ ചില നിസ്കാരങ്ങൾ നിസ്കരിക്കൽ തഹരീമിന്റെ കറാത്തായിട്ടുള്ള ടൈം ആയിട്ട് അപ്പൊ ഈ ഒരു ടൈം വിട്ടിട്ടു ബാക്കി ഏത് ടൈമിൽ വേണമെങ്കിലും തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാണ്ടായിട്ട് ഇനി തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ചോൾ പിന്നെ ദുആർക്കുണായ ഒരു ദുആ ഉണ്ട് അത് ഗുന്തുല്ലെങ്കിൽ
പറ്റിയില്ലെങ്കിൽ ആ ഒരു ദ്വാർക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുന്തുള്ള ഭാഷയിൽ എന്തെങ്കിലും ദുആർന്നെങ്കിലായിട്ട് ആ ദ്വാ ഇങ്ങനെയായിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക തൗഫീഖ അഹ്ലിൽ ഹുദാ വഅമാല അഹ്ലിൽ യഖീൻ വമുനാസഹത അഹ്ലിൽ തൗബ വഅസ്മ അഹ്ലിൽ സ്വബ്ർ വജിദ്ദ അഹ്ലിൽ ഖശിയ വതലബ അഹ്ലിൽ റഗ്ബ വതഅബ്ബുദ അഹ്ലിൽ വറഅ വഇർഫാന അഹ്ലിൽ ഇൽമി ഹത്താ അഖാഫക اللهم إني أسألك مخافة تحجزني عن معاصيك حتى أعمل بطاعتك عملا أستحق به رضاك وحتى أناصحك في التوبة خوفا منك وحتى أخلص لك النصيحة حياء منك وحتى أتوكل عليك في الأمور كلها وحسن الظن بك سبحان خالق النور ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير برحمتك يا أرحم الراحمين. ഈ ഒരു ദുആ ഗുന്തുള്ളിണ്ടെങ്കിൽ ദുആർക്ക അല്ലാഹു തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നിസ്കാരമായിട്ട് തസ്ബീഹ് നിസ്കാരം ചൊല്ലത്. അപ്പോൾ ഈ രൂപത്തിലായിട്ട് ഞങ്ങൾ നിസ്കരിക്കണമായത്. ഇനി ഇതിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് നിസ്കരിക്കൂല്ലേ സൗഭാഗ്യം അല്ലാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ഇനൊരു വിഷയം ചൊല്ലുള്ളത് കഴിഞ്ഞ റമളാനിൽ ഞങ്ങളെ ചാനലിലൊക്കെ നാണ് പഠിച്ച സ്ഥാപനവും അതേപോലെ പാവപ്പെട്ട കുടുംബത്തിന് മെയിനായിട്ട് ഞങ്ങൾ റിലീഫ് ഫണ്ട് ആക്കിയിട്ട് ഇന്ന ചുമത്താൽമാറും അതൊക്കെ സഹായിച്ച് അതേപോലെ ഈ റമളാനിലും നാ പഠിച്ച സ്ഥാപനം അതേപോലെ കുറേ പാവപ്പെട്ട കുടുംബത്തും ഞങ്ങളെ ചാനലിലേക്ക് നിങ്ങൾക്ക് സഹായിക്കണം. നല്ലൊരു സഹക്കാരം ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ആക്കണം. അതൊക്കെ മെയിനായിട്ട് എൻ്റെ ഈ ഒരു ഗൂഗിൾ പേ നമ്പറൊക്കെ നല്ലൊരു എമൗണ്ടിൽ ഇട്ടിട്ട് നിങ്ങൾ സഹകരിക്കൊരു പഠിച്ച റബ്ബ് ഈ ഒരു റമളാനിൽ നിങ്ങൾക്ക് നന്മകളാക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞങ്ങൾ കൊടുക്കുന്ന ഓരോ സ്വതക്കവും അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.